ആലുവയിൽ 12 വയസ്സുകാരിയെ കാണാതായി. കരുമാലൂടി സ്വദേശി ശ്രീജേഷിന്റെ മകൾ ശ്രീഭദ്രയാണ് കാണാതായത്. ഇന്നലെ മുതലാണ് ഈ കുട്ടിയെ കാണാതായത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. രേഷ്മയുണ്ട്. രേഷ്മ, ഈ കുഞ്ഞിനെ എപ്പോഴാണ് കാണാതായത്? ഈ കുഞ്ഞിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ് രേഷ്മ പുരോഗമിക്കുന്നത്? പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? അശ്വതി, ഇന്നലെ രാത്രി 8:30 ഈ 12 വയസ്സുകാരി പെൺകുട്ടിയെ കാണാതാകുന്നത്. കുടുംബം പരാതി നൽകുന്നതും രാത്രിയോടുകൂടിയാണ്. നിലവിൽ ആലുവ വെസ്റ്റ് പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. കുട്ടിയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. അതായത് കരുമാലൂരിൽ താമസിക്കുന്ന ശ്രീജേഷിന്റെ മകൾ ശ്രീഭദ്രയാണ് കാണാതായിട്ടുള്ളത്. ഈ കുട്ടി വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത സുഹൃത്ത് താമസിക്കുന്നത്. അവിടെ കഴിഞ്ഞ ദിവസത്തെ നോട്ട് ബുക്ക് വാങ്ങിക്കാൻ പോയതാണ്. രേഷ്മ, ചെറിയൊരു സാങ്കേതിക തടസ്സം നേരിടുന്നുണ്ട്. നമുക്ക് ഈ വാർത്തയിലേക്ക് രേഷ്മ തുടരാം. അശ്വതി, ഇന്നലെ രാത്രി 8:30 ഈ പെൺകുട്ടിയെ കാണാതാകുന്നത്. കരുമാലൂരിൽ താമസിക്കുന്ന ശ്രീജേഷിന്റെ മകൾ ശ്രീഭദ്രയാണ് ഈ 12 വയസ്സുകാരി. കുട്ടി അടുത്ത സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയതാണ്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ കുടുംബം ആലുവയിൽ ഉണ്ടായിരുന്നില്ല. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ കുടുംബം ആലുവയിൽ ഉണ്ടായിരുന്നില്ല. അവര് വീട്ടിലെവിടെ പോയിരുന്നതാണ്. അപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ള നോട്ട് അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് സുഹൃത്തിന്റെ നോട്ട് ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് രാത്രി 8:30 ഈ കുട്ടി വീട്ടിലേക്ക് പോയത്. പോലീസില് പരാതി നൽകിയിട്ടുണ്ട്. ആലുവ വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിയുടെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു. ഫോൺ പക്ഷേ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കുട്ടിയുടെ സമൂഹ മാധ്യമങ്ങൾ അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇതുവരെ വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന. ശരി രേഷ്മ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും 12 വയസ്സുള്ള പെൺകുട്ടിയാണ് കാണാതായത്. ഇന്നലെ രാത്രി 8:30 ഈ കുട്ടിയെ കാണാതായത്. കുട്ടി ഫോൺ കയ്യിൽ കരുതിയിട്ടുണ്ട്. കുട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അടക്കം പരിശോധിക്കുകയാണ്. കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും പങ്കുവയ്ക്കുന്നത്.